ആരോഗ്യവകുപ്പിനെതിരെ അമ്പലപ്പുഴയിൽ LDFന്റെ ജനകീയ പ്രതിഷേധ സമരം. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്ഥലം MLA H. സലാമിന്റെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് MLA പറഞ്ഞു. ഡോക്ടർമാരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക, മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നിൽ LDF ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ചില ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണ് തുടർച്ചയായ ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നത് എന്ന വാദമാണ് സമരവേദിയിൽ ഉയർന്നത്. അങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിക്കാതെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ലഭ്യമാക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മെഡിക്കൽ കോളേജിലെ ഓരോ സൗകര്യം ഉണ്ടാക്കാൻ സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന കാര്യത്തിന് ഗുണം ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ പറ്റണം. അത് ചെയ്യേണ്ടത് ആശുപത്രിക്കകത്തെ സംവിധാനമാണ്. ആശുപത്രി ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർമാരും മറ്റ് ജീവനക്കാരുമാണ്. പിണറായി വിജയനെ വന്ന് ആശുപത്രി ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ? രോഗികളെ ചികിത്സിക്കാതെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നവരെ പൂട്ടിക്കാൻ അറിയാമെന്നും സ്ഥലം MLA H. സലാം മുന്നറിയിപ്പ് നൽകി. അകത്ത് ചികിത്സ വേണ്ടതുണ്ടെങ്കിൽ ആശുപത്രിയെ തകർത്തുകൊണ്ടല്ല, ആശുപത്രിക്കുള്ളിലെ ഡോക്ടർമാരടക്കമുള്ള ആളുകളെ ചികിത്സിക്കേണ്ടി വന്നാൽ ചികിത്സിക്കാൻ തീരുമാനിച്ചാണ് ഞങ്ങൾ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് അങ്ങനെയാണ്. 8 വർഷമായി LDF സർക്കാർ ഭരിക്കുമ്പോൾ എന്തിന് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സമരം ചെയ്യുന്നുവെന്ന മാധ്യമങ്ങളുടെ ചോദ്യം പ്രസക്തമാണെന്ന് CPI നേതാവ് EK ജയൻ സമരവേദിയിൽ പറഞ്ഞു. എത്ര വലിയ ഡിഗ്രിയുള്ളവരായാലും വീഴ്ച വരുത്തുന്ന ഡോക്ടർമാർക്ക് നല്ല നാട്ടുചികിത്സ നൽകാൻ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ, ആലപ്പുഴ.